ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ എല്ലാവർക്കും അറിയിക്കുന്നു. ഞാനിന്ന് പറയാൻ പോകുന്ന 2 രാജാക്കന്മാരാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്നും 8-ാം അധ്യായത്തെ ആസ്പദമാക്കി പറയാനാണ് ആഗ്രഹിക്കുന്നത്. അന്നേരം എലീശ തൻ്റെ മകനെ ജീവിപ്പിച്ചു കൊടുത്തിട്ട് സ്ത്രീയോട്, നീയും നിൻ്റെ ഭവനവും പുറപ്പെട്ട് എവിടെയെങ്കിലും പരദേശവാസം ചെയ്തു കൊള്ളുവീൻ എന്ന് പറഞ്ഞു. യഹോവ ഒരു ക്ഷാമം വരുത്തുവാൻ പോകുന്നു. അവളോട് പറഞ്ഞു തന്നെ, യഹോവ ഒരു ക്ഷാമം വരുത്തുവാൻ പോകുന്നു, നീ കുഞ്ഞുനായിട്ട് രക്ഷപ്പെട്ടോളാനാണ് പറയുന്നത്. അത് 7 സംവത്സരം ദേശത്തുണ്ടായിരിക്കുമെന്നും പറഞ്ഞു. ആ സ്ത്രീ എഴുന്നേറ്റ് ദൈവപുരുഷൻ പറഞ്ഞതുപോലെ ചെയ്തു. അവളും ഭവനവും ഫെലിസ്ത്യ ദേശത്തേക്ക് പോയി. ഏത് ദേശത്തേക്കാ? ഫെലിസ്ത്യ ദേശത്തേക്ക് പോയി. എന്നിട്ട് 7 സംവത്സരം പരദേശവാസം ചെയ്തു. 7 സംവത്സരം കഴിഞ്ഞിട്ട് അവൾ ഫെലിസ്ത്യ ദേശത്തു നിന്ന് മടങ്ങി വന്നു. ഫെലിസ്ത്യ ദേശത്ത് നിന്ന് 7 വർഷം അവിടെ താമസിച്ചതിന് ശേഷം തിരിച്ചു വന്നു. അതേപോലെ എലീശ പറഞ്ഞതനുസരിച്ചാണ് ചെയ്തതും. പിന്നെ അവൾ തൻ്റെ വീടും നിലവും സംബന്ധിച്ച് രാജാവോട് സങ്കടം ബോധിപ്പാൻ ചെന്നു. അനന്തരം രാജാവ് ദൈവപുരുഷൻ്റെ ബാല്യക്കാരൻ്റെ ഗേഹസിയോട് സംസാരിക്കൽ എലീശ ചെയ്ത വൻകാര്യങ്ങളൊക്കെയും നീ എന്നോട് വിവരിച്ച് പറയുക എന്ന് കൽപ്പിച്ചു. മരിച്ചുപോയവനെ ജീവിപ്പിച്ച വിവരം അവൻ രാജാവിനെ കേൾപ്പിക്കുമ്പോൾ അവനെ ജീവിപ്പിച്ചു കൊടുത്തിരുന്ന സ്ത്രീ വന്ന് തൻ്റെ വീടും നിലവും സംബന്ധിച്ച് രാജാവിനോട് സങ്കടം ബോധിപ്പിച്ചു. അപ്പോൾ ഗേഹസി, യജമാനായ രാജാവേ, ഇവൾ തന്നെ ആ സ്ത്രീ ഉണ്ടോ, എലീശ ജീവിപ്പിച്ചു കൊടുത്ത മകൻ ഇവൻ തന്നെ എന്ന് പറഞ്ഞു. രാജാവ് സ്ത്രീയോട് ചോദിച്ചപ്പോൾ അവളും അത് വിവരിച്ചു പറഞ്ഞു. അപ്പോൾ രാജാവ് ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ച് അവൾക്കുണ്ടായിരുന്നതൊക്കെയും അവർ ദേശം വിട്ടുപോയ നാൾ മുതൽ ഇതുവരെ നിലത്തിൻ്റെ ആദായം അവൾക്ക് കൊടുപ്പിക്കുകയാണെന്ന് കൽപ്പിച്ചു. രാജാവിൻ്റെ മനസ്സലിഞ്ഞ് രാജാവ് അവളുടെ ആ കാര്യങ്ങളെല്ലാം കേട്ട് മനസ്സലിഞ്ഞ് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതും ഞാൻ നോക്കിയിട്ട് ആ രാജാവിൻ്റെ ഒരു ദൈവാശ്രയമുള്ള ആളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അനന്തരം എലീശ ദമശ്കേൽ ചെന്നു. അന്ന് അരാം രാജാവായ ബെൻഹദദ് ദീനം പിടിച്ച് കിടക്കുകയായിരുന്നു. ദൈവപുരുഷൻ വന്നിട്ടുണ്ട് എന്ന് അവൻ അറിവ് കിട്ടി. രാജാവ് ഹസായേലിനോട് ഒരു സമ്മാനം എടുത്തുകൊണ്ട് ദൈവപുരുഷനെ ചെന്ന് കണ്ടിട്ട്, ഈ ദീനം മാറി എനിക്ക് സൗഖ്യം വരുമോ എന്ന് അവൻ മുഖാന്തരം യഹോവയോട് ചോദിക്കുകയെന്ന് പറഞ്ഞു. അങ്ങനെ ഹസായേൽ ദമശ്കേലിലെ വിശേഷ വസ്തുക്കളിൽ നിന്നൊക്കെ എടുത്ത് 40 ഒട്ടക ചുമടുമായി അവനെ ചെന്ന് കണ്ട് അവൻ്റെ മുമ്പിൽ നിന്നു. നിന്റെ മകൻ ആരാം രാജാവായ ബെൻഹദദ് എന്നെ നിന്റെ അടുക്കൽ അയച്ചു. ഈ ദീനം മാറി എനിക്ക് സൗഖ്യം വരുമോ എന്ന് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് എലീശയോട് പറഞ്ഞു, നീ ചെന്ന് നിനക്ക് നിശ്ചയമായിട്ട് സൗഖ്യം വരും എന്ന് പറയുക. എന്നാൽ അവൻ നിശ്ചയമായി മരിച്ചു പോകുന്ന യഹോവ എനിക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എല്ലാവരും ആയിരിക്കുന്നിടത്ത് കർത്താവ് പരിപാലിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. കർത്താവിൻ്റെ കൃപകളാൽ എല്ലാവരും നിറയ്ക്കട്ടെ. ഇവിടെ ഗേഹസി, എലീശ ഇത് കഥാപാത്രങ്ങളാണ്. ഇതിനകത്ത് നമുക്കത് പ്രധാനപ്പെട്ട ആൾക്കാർ. നമ്മളൊരു വേദഭാഗം വായിക്കുമ്പോൾ പല പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ് പാഠപുസ്തകത്തിൽ എന്താണ് അതിനകത്തെ പ്രധാന ആൾക്കാരെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമല്ലോ. എന്ന് പറഞ്ഞ പോലെ എലീശയുണ്ട്, ഗേഹസിയുണ്ട്, പിന്നെ ഒരു മാതാവുണ്ട്, അവരുടെ മകൻ. ഇത് എല്ലാം കൂടി ഉൾപ്പെട്ട ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നിങ്ങളായിരിക്കുന്നിടത്ത് കർത്താപ്പച്ചൻ പരിപാലിക്കട്ടെ, ജയത്തോടെ എന്താവശ്യങ്ങളും സ്തോത്രത്തോടെ ദൈവത്തോടെ അറിയിക്കുക. അതിന്മേൽ ദൈവം പ്രവർത്തിച്ച് നിങ്ങൾക്ക് മറുപടി നൽകിത്തരും. കുഞ്ഞുങ്ങൾ ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ദേശത്തിൽ പോവുകയും ദൈവജനം വായിക്കുകയും കേൾക്കുകയും മറ്റുള്ളവരുടെ കർത്താവിനെക്കുറിച്ച് പറയുകയും ചെയ്ത് സന്തോഷത്തോടെ നിങ്ങൾ മുമ്പോട്ട് ജീവിക്കുക. നിങ്ങളായിരിക്കുന്നത് കർത്താവ് പരിപാലിക്കും ജയത്തോടെ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിന് 1-ാം സ്ഥാനം നൽകി കൊടുത്ത് ജീവിച്ചാൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടുന്നത് അത് ദൈവം കറക്റ്റായിട്ട് തരുന്നതായിരിക്കും. അതാണ് യാചിപ്പിക്കുന്ന എന്താണ് നിങ്ങൾക്ക് അന്വേഷിപ്പിന് എന്താണ് നിങ്ങൾ കണ്ടത്, മുട്ടുവിന് എന്താണ് നിങ്ങൾക്ക് തുറക്കുന്ന ആളാണ് ദൈവം. യാചിക്കുമ്പോൾ ആ യാചന കേൾക്കുന്ന ആളാണ് ദൈവം. അന്വേഷിക്കുന്ന ആളെ കണ്ടെത്താൻ പറ്റും, അതാണ് നമ്മുടെ ദൈവം. അപ്പം ദൈവം നമ്പരം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ, ചേർത്തോടെ നടത്തട്ടെ. നിങ്ങളെല്ലാവർക്കും ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ വചന ശുശ്രൂഷയിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ഇതിനുള്ള ജ്ഞാനത്താൽ, ദൈവവചനം പറഞ്ഞ ജ്ഞാനത്താൽ എന്നെ എൻ്റെ ദൈവം നിറയ്ക്കുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സ്തോത്രം.